എന്താ ആദ്യേട്ടാ? എന്താ? അല്ല, ആദ്യേട്ടന് എന്താ ഒരു മൂഡൗട്ട്? മൂഡൗട്ടോ? എനിക്കൊരു മൂഡൗട്ടും ഇല്ല. സ്കൂളിൽ വെച്ച് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ആദ്യേട്ടന് എന്തോ ഒരു ടെൻഷനുണ്ട്. എന്നെ കുറിച്ചുള്ള നിന്റെ കണ്ടെത്തലുകൾ എപ്പോഴും ശരിയായിരിക്കാം, പക്ഷേ ഇത് തെറ്റായിപ്പോയി. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. മോളെ എന്തെടുക്ക? ആദ്യേട്ടാ, ആ സ്ത്രീ അറിയോ? ആദ്യേട്ടനോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? സ്കൂളിൽ വെച്ച് കണ്ട ശ്രീമോളുടെ അമ്മയെ അറിയോന്നാ ഞാൻ ചോദിച്ചത്. എനിക്കറിയില്ല. ഞാൻ ആ സ്ത്രീയെ ആദ്യമായിട്ട് അവിടെ വെച്ചാ കാണുന്നത്. പിന്നെ അവരാദ്യമായിട്ട് നമ്പരപ്പോടെ നോക്കുന്നത് കണ്ടല്ലോ. അവരും അങ്ങനെ തന്നെ ആദ്യമായിട്ടാണ് നോക്കിയത്. അവർക്കെന്താ എന്നെ നോക്കിക്കൂടെ? ശടാ, ഇത് കൊള്ളാലോ. നീ എന്താ അമൃത ഇങ്ങനെ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? നീ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയത്? നീയും വെറും അടുക്കള ഭാര്യയായിട്ട് മാറിയോ? അടുക്കളയിലായാലും അരമനയിലായാലും ഭാര്യ തന്നെയാ. ആരുടെ മുമ്പിൽ കള്ളം പറഞ്ഞാലും അമ്മയുടെ മുമ്പിലും ഭാര്യയുടെ മുമ്പിലും കള്ളം പറയരുത്. അമൃത, കള്ളം പറഞ്ഞാൽ മകനോടുള്ള വാത്സല്യത്തിന്റെ പേരിൽ അമ്മ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷെ ഭർത്താവിനോടുള്ള അവകാശത്തിന്റെ പേരിൽ ഭാര്യ ചോദിച്ചെന്നിരിക്കും. അമൃത, ഞാൻ എന്ത് കള്ളം പറഞ്ഞെന്നാ നീ പറയുന്നേ? അത് സ്വന്തം മനസ്സിനോട് തന്നെ ചോദിച്ചാൽ മതി. അമൃതേ, സൗന്ദര്യ പണക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞാനും നീയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം സ്വസ്ഥവും സമാധാനപൂർണമായിരുന്നു. അതിന്റെ അടിസ്ഥാനം ഞാനും നീയും തമ്മിലുള്ള ഉറച്ച സ്നേഹമായിരുന്നു, പരസ്പരമുള്ള ബഹുമാനമായിരുന്നു. അതുകൊണ്ട് കുടുംബം കുട്ടിച്ചോറാക്കുന്ന കണ്ടെത്തലുകളൊന്നും വേണ്ട. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരസ്പരം പറഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി മുന്നോട്ട് ജീവിക്കണം. കഴുകി വെടുപ്പാക്കാൻ എന്റെ മനസ്സിൽ അങ്ങനെ അഴുക്കുകളൊന്നുമില്ല. നീ സംശയത്തിന്റെ കണ്ണുകളോടെ എന്നെ നോക്കിയാൽ മരണം വരെ നിനക്ക് എന്നെ സംശയിക്കേണ്ടി വരും. ഈ സംശയം ഒരു രോഗമാണ്, മാനസിക രോഗം. അത് ചികിത്സിച്ചേ പറ്റൂ. മറ്റൊരു സ്ത്രീയെ അസാധാരണമായി നോക്കിയത് എന്തിനാണെന്ന് ഭാര്യയായി ഞാൻ ആദ്യേട്ടനോട് ചോദിച്ചു പോയി. അതിനുള്ള മറുപടിയും എനിക്ക് സംശയമുണ്ടാക്കുന്നതായിരുന്നു. അമൃതേ, എന്താ ഇത്? വഴക്കാണോ? ഏയ്, ഒന്നുമില്ല മോളെ. മോള് പഠിച്ചോ. ഇത് ഞങ്ങള് വെറുതെ. മമ്മിയെ 1000 വട്ടം അഭിനന്ദിച്ചേ പറ്റൂ. ഇത്ര ബുദ്ധിപരമായിട്ടാ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തത്. അതും എത്ര കൃത്യമായിട്ട്, എത്ര ഭംഗിയായിട്ട്. മോളെ, അതിന് ബുദ്ധി എന്നല്ല പറയേണ്ടത്, കുബുദ്ധി എന്നാ പറയേണ്ടത്. ഓ, എന്തെല്ലാം വേലകൾ വെച്ചിട്ടാണെന്ന് അറിയാമോ ഇതെല്ലാം ഒരു കുഴപ്പവും കൂടാതെ നടന്നത്. അതുകൊണ്ട് മഹാഭാഗ്യല്ലേ വരാൻ പോകുന്നത്. എന്റെ മകൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഗായിക. തന്ത്രപൂർവ്വം നിൽക്കണം, തന്ത്രപൂർവ്വം. കള്ളന് കഞ്ഞി വെച്ചവന്റെ ഒപ്പനെ പോലെ പെരുമാറണം, മനസ്സിലായോ? മനസ്സിലായി. ഐ എം സോറി, വെരി സോറി. കൃത്യസമയത്ത് എനിക്ക് സ്റ്റുഡിയോയിൽ എത്താൻ പറ്റിയില്ല. അവിടെ എത്തിയപ്പോ വല്ലാതെ വൈകിപ്പോയി. ഞങ്ങളും വിചാരിച്ചു ഇത് എന്ത് പറ്റിയെന്ന്. ഓ, വിവേകിനെ കാണാതെ ഞങ്ങളും ആകെ വിഷമിച്ചു പോയി. അതെ, ഞാൻ കൃത്യസമയത്ത് എത്താത്തതിലല്ല എന്റെ സങ്കടം.
എന്നെ കാണാതെ നിങ്ങൾ വിഷമിക്കലെന്ന് കരുതി എന്റെ ഹൃദയം പടപടാന്നിങ്ങനെ ഇടിക്കുകയായിരുന്നു. പിന്നെ നീ ഞങ്ങളുടെ പ്ലാൻ നടപ്പാക്കുന്നതിന് മുൻപേ വലിഞ്ഞു കയറുമെന്നോർത്ത് പടപടാന്ന് ഇടിച്ചത് എന്റെ ഹൃദയം. നമ്പർ 1 ഫ്രോഡായ നീ ഇപ്പൊ മനസ്സിൽ വിചാരിച്ച എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്താ മോനെ ഇങ്ങനെ ആലോചിക്കുന്നേ? ഇത്രയും വലിയ പ്രോജക്റ്റിന്റെ ഭാഗമാവുമ്പോ നമ്മളൊക്കെ ഒന്ന് സൂക്ഷിക്കണ്ടേ? എങ്ങനെയും കൃത്യസമയത്ത് എത്താൻ ശ്രമിക്കണ്ടേ? ഹോ, ഇവരാണ് ഇന്റർനാഷണൽ തരികട. ഈ മുതലിന്റെ മകളല്ലേ ഇവള്. പങ്ക്ച്വാലിറ്റി കാണിക്കാത്തത് ആരാണെങ്കിലും അവര് ഫീൽഡ് ഔട്ട് ആവും. ഓ, ആ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ മോനെ കുറിച്ച് എന്ത് കരുതി കാണും മനസ്സിൽ? എന്റെ മമ്മി, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു പെട്ടു. ഒരു അർജന്റ് ഹോസ്പിറ്റൽ കേസ്. ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ടാ എനിക്ക് ഈ പണിയെല്ലാം കിട്ടുന്നത്. നമ്മുടെ നിലനിൽപ്പ് നോക്കിയേ മറ്റുള്ളവരെ സഹായിക്കാവും. അത് ശരിയാ. അതെനിക്ക് ഇപ്പൊ മനസ്സിലായി. ഒരു സ്ത്രീയും കുഞ്ഞും വന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലാക്കി. അവരൊരു തട്ടിപ്പുകാരിയായിരുന്നു എന്നുള്ള കാര്യത്തില് എനിക്കൊരു സംശയമുണ്ട്. ആ, അതൊക്കെ പോട്ടെ. ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്താ വിവേക്? എനിക്കൊരു പണി പാലും വെള്ളത്തിൽ തന്നതല്ലേ, ഞാനൊരു മറുപണി പാൽപ്പായസത്തിൽ തരാം. അതെ, നമ്മുടെ കല്യാണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാ നമ്മുടെ കല്യാണം? അത് ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ മോനെ. മോന്റെ ഡാഡിയും മമ്മിയും അങ്ങ് സ്റ്റേറ്റ്സ് വരണ്ടേ? ആ, അവരെയൊക്കെ ഞാൻ മിനിറ്റിന് വെച്ച് വരത്തില്ലേ. ആ കാര്യത്തിൽ മമ്മിയും വിസ്മയും പേടിക്കണ്ട. എനിക്ക് കല്യാണം എത്രയും പെട്ടെന്ന് വേണം. ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു മടുത്തു. എന്നാ പിന്നെ എന്റെ പൊന്നു മോൻ വിഷമിക്കണ്ട, നമുക്ക് ഉടനെ അങ്ങ് നടത്തിയേക്കാം. ആ മോനെ, ഇതിനിടയ്ക്കേ ഒരു വിഷയം ഉണ്ടായി. മോൻ വല്ലതും അറിഞ്ഞായിരുന്നോ? എന്താ മമ്മി? അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. മമ്മി പറ. ആ ആനന്ദ നിലയത്തിലെ അഖിലില്ലേ? ആ, അഖില് എന്റെ ഫ്രണ്ട്. അവൻ ഫ്രണ്ടല്ല, ഫ്രോഡാ. എന്തു പറ്റി? അവനും അവന്റെ ഭാര്യയും അടിവെച്ച് പിരിഞ്ഞു. ഓ, അവന്റെ ഭാര്യ എന്ന് പറയുന്നത് ശ്യാമയല്ലേ? ആ, ഒരു പിച്ചക്കാരിയെ പോലെ നടക്കുന്ന പെണ്ണ്. ആ, എനിക്കറിയാം. എന്നിട്ട് ശ്യാമ പോയ തക്കം നോക്കി ആ അഖിൽ ഇവിടെ പെണ്ണാലോചിച്ചുകൊണ്ട് വന്നു. വിസ്മയെ കെട്ടിയേ പറ്റൂന്നും പറഞ്ഞ് ഇവിടെ സത്യാഗ്രഹമായിരുന്നു. ഓ, അമ്പടാ. ഞാൻ പറഞ്ഞു പോയി പണി നോക്കടാന്ന്. പിന്നെ ഈ തിണ്ണ നിരങ്ങാൻ തുടങ്ങിയപ്പോ ഞാൻ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തു. അയ്യോ, കരണക്കുറ്റിക്ക് അടിച്ചോ? അടിച്ചോ മോളെ? ഞാൻ അടിച്ചായിരുന്നോ? അടിച്ചില്ല, അടിക്കാൻ കൈ ഇങ്ങനെ വീശി. അഖിൽ അല്ലെങ്കിൽ ഒരു ഗജ ഫ്രോഡാന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ആ ശ്യാമയും ഫ്രോഡാണ്. അവൻ ഗജ ഫ്രോഡാണെങ്കിലേ അവൾ അജഗജ ഫ്രോഡാ. അയ്യോ ദേ മമ്മി, വിവേക് എന്റെ പുതിയ പാട്ടിന്റെ ടീസർ സൂപ്പർ സ്റ്റാർ ജീവൻ സാറിന്റെ സോഷ്യൽ മീഡിയ പേജിൽ റിലീസ് ചെയ്തോന്ന്. കൺഗ്രാറ്റുലേഷൻസ് വിസ്മയ. ഈ വലിയ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. താങ്ക് യു. എന്റെ എല്ലാവിധ ആശംസകളും. അയ്യോ, നീ ആരാ വിളിക്കുന്നേ നോക്കി. ഹലോ, എന്റെ പൊന്നു മമ്മി. അയ്യോ, ദേ ഒരു കോളും കൂടി. ഹലോ, എക്സ്ക്യൂസ് മീ വിസ്മയ, ഞാൻ പോകുന്നു. എന്തായാലും ഒരാഴ്ച ഞാൻ നഗരത്തിലുണ്ട്. മോനെ ഇനി എപ്പോ കാണും? കാണാലോ, കാണണമല്ലോ. ഇനി അങ്ങോട്ട് കൂടിക്കാഴ്ചകൾ കുറേ കിടക്കല്ലേ, അല്ലേ വിസ്മയ? അതെ അതെ. അപ്പൊ ശരി, ബൈ. അമ്മേ, അമ്മേ, അമ്മ എന്താ ഉറങ്ങുവാണോ? അല്ല, എന്താ മോളെ? ഇതെന്തിനാ മൊബൈൽ ഫോൺ എടുത്തേ? ഇത് അമ്മയുടെ ഫോണല്ലേ? അതെ,
അമ്മ എനിക്ക് അനുക്കുട്ടീനെ ഒന്ന് വിളിക്കണം. വേണ്ട, ഇപ്പൊ എന്തിനാ വിളിക്കുന്നേ? വെറുതെ. എന്റെ ഫ്രണ്ട് അല്ലേ അനുക്കുട്ടി? ഫ്രണ്ടൊക്കെ തന്നെയാ, പക്ഷെ ഇപ്പൊ വിളിക്കണ്ട. എന്താ അമ്മ ഇത്? ഞാനൊന്ന് വിളിച്ചോട്ടെ? വിളിക്കണ്ട, രാത്രിയാ. വെറുതെ ആ കുട്ടിയെ വിളിച്ച് ശല്യപ്പെടുത്തൊന്നും വേണ്ട. നാളെ സ്കൂളിൽ വരുമ്പോ സംസാരിച്ചാ മതി. ഞാനൊന്ന് വിളിച്ചോട്ടെ അമ്മേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? അവളുടെ ഒരു കാര്യം പറച്ചില്. അശ്വതി, എന്താ ഇത്? എന്തിനാ കുഞ്ഞിനെ വെറുതെ വഴക്ക് പറയുന്നേ? രാത്രി കൂട്ടുകാരി ഫോൺ ചെയ്യണമെന്ന്. കൊച്ചു പിള്ളേരല്ലേ മോളെ, അവളൊന്ന് വിളിച്ചോട്ടെ? വേണ്ട, ആ ശീലം ഒന്നും ശരിയല്ല. ആഹാരമൊക്കെ കഴിച്ചല്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തെങ്ങനെ നോക്കുന്നേ? പറഞ്ഞു കേട്ടില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ. അശ്വതി, നിനക്കെന്താ ഇത്ര ദേഷ്യം? എത്ര നാൾ കാത്തിരുന്നിട്ടാ ആ കുഞ്ഞിന് അതിന്റെ അമ്മയായ നിന്നെ കാണാൻ പറ്റിയത്? അതിനോടിങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയാണോ മോളെ? മറ്റുള്ളവരുടെ മനസ്സുകൂടി എല്ലാരും ഒന്ന് മനസ്സിലാക്കിയാ നന്ന്. ശ്രീമോള് കുഞ്ഞാ, അവൾക്ക് നിന്റെ മാനസികാവസ്ഥയൊന്നും മനസ്സിലാവണമെന്നില്ല. നിനക്കെന്തിനാ ഇത്ര ദേഷ്യം? എന്തായാലും ഞാൻ നിന്റെ അമ്മയല്ലേ, എന്നോട് തുറന്നു പറ. എനിക്കൊരു ടെൻഷനും ഇല്ലമ്മേ. ജയിലിൽ നിന്ന് വന്ന എനിക്ക് നല്ല സമാധാനമാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. അമ്മേ, അനുക്കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? അമ്മയ്ക്ക് നല്ല തലവേദനയാ മോളെ. ഇന്ന് അച്ഛനോട് കൊണ്ടുപോകാൻ പറ. എന്താ മോളെ? അച്ഛാ, അമ്മയ്ക്ക് നല്ല തലവേദന. അച്ഛൻ എന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിടണം. അതിനെന്താ, അച്ഛൻ കൊണ്ടുവിടാലോ. അമൃതേ, എന്താ അതേട്ടാ? തലവേദന കൂടുതലാണോ? അതെ. എന്നാ എഴുന്നേക്ക്, മോളെ സ്കൂളിൽ വിട്ടിട്ട് നമുക്കൊരു ഫിസിഷ്യനെ കാണാം. അത് വേണ്ട അതേട്ടാ, കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോ അതങ്ങ് മാറിക്കോളും. ഏയ്, പനിയൊന്നുമില്ലല്ലോ. എന്നാലും വെച്ചോണ്ടിരിക്കണ്ട. എഴുന്നേക്ക് അമൃതേ, നമുക്കൊരു ഡോക്ടറെ കാണാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മരുന്ന് കഴിച്ചാ കാത്തിരിക്കുന്നത് വലിയ വലിയ രോഗങ്ങളായിരിക്കും. ഞാൻ ഇത്തിരി നേരം കിടന്നോട്ടെ അതേട്ടാ, കുറച്ച് കഴിയുമ്പോ തലവേദനയൊക്കെ മാറിക്കോളും. ശരി, എന്നാ നീ റെസ്റ്റ് എടുക്ക്. ഞാൻ മോളെ കൊണ്ടുപോയി സ്കൂളിലാക്കാം. ആ മോളെ, ആ തലവേദന കുറവില്ലെങ്കിലേ എന്നെ വിളിക്കണം. ശരി. വാ മോളെ. അമൃതേ, നീ എന്താ അനുക്കുട്ടിയെ സ്കൂളിൽ വിടാൻ പോവാത്തെ? എനിക്ക് വല്ലാത്ത തലവേദന അമ്മേ. ആദ്യമായിട്ടും പോയി കഴിഞ്ഞപ്പോഴാ ഓർത്തത് എനിക്കൊരു മരുന്ന് വാങ്ങിക്കണമായിരുന്നു. അവൻ ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. വേഗം ചെല്ല്, അവൻ ഇങ്ങ് തിരിച്ചു വരും. അത് വേണ്ടമ്മേ, എനിക്ക് മരുന്ന് കൂടാതെ വേറെ 1-2 സാധനങ്ങൾ കൂടി വാങ്ങണമായിരുന്നു. ഞാനൊന്ന് പോയിട്ട് വരാം. മോളെന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. എങ്കി അച്ഛനൊരു കഥ പറഞ്ഞു തരട്ടെ. എനിക്ക് കഥ കേൾക്കാൻ വലിയ ഇഷ്ടാ അച്ഛാ. അച്ഛൻ വേഗം പറയ്. സത്യം പറഞ്ഞ ഇതൊരു കഥയല്ല,
എല്ലാ കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു ഉപദേശമാണിത്. ദൈവം നമുക്ക് 2 കണ്ണുകൾ തന്നിരിക്കുന്ന എന്തിനാ? കാണാൻ. എന്തിനാ നമുക്ക് ദൈവം കണ്ണുകൾ തന്നിരിക്കുന്നത്? കാണാൻ. എല്ലാം കാണാനല്ല, കാണേണ്ട സംഗതികൾ മാത്രം കാണാൻ. ചീത്ത കാര്യങ്ങളൊന്നും നമ്മൾ കാണണ്ട. മനസ്സിലായോ? മനസ്സിലായി. കണ്ണുകൾ കൂടാതെ ദൈവം നമുക്ക് 2 കാതുകൾ കൂടി തന്നിട്ടുണ്ട്. അതെന്തിനാ? കേൾക്കാൻ. എന്ത് കേൾക്കാൻ? കേൾക്കേണ്ടത് മാത്രം കേൾക്കാൻ. കേൾക്കേണ്ടത് മാത്രം കേൾക്കാൻ. ഇനി ദൈവം നമുക്ക് നാവ് തന്നിട്ടുണ്ട്. അതെന്തിനാ? നാവ് തന്നിരിക്കുന്നത് സംസാരിക്കാൻ. സംസാരിക്കാൻ. എന്ത് സംസാരിക്കാൻ? സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കാൻ. വെരി ഗുഡ്, കറക്റ്റ്. അച്ഛൻ്റെ അനുക്കുട്ടി മിടുക്കിയ. അപ്പൊ കാണേണ്ടത് മാത്രം കണ്ട്, നല്ല കാര്യങ്ങൾ മാത്രം കേട്ട്, പറയേണ്ടത് മാത്രം പറഞ്ഞു വേണം പഠിക്കാൻ. അങ്ങനെ വേണം മുന്നോട്ട് ജീവിക്കാൻ. മോക്ക് മനസ്സിലായോ? മനസ്സിലായി. ഇത് മോളുടെ അപ്പൂപ്പനാ അച്ഛന് പറഞ്ഞു തന്നത്. അച്ഛൻ മോക്ക് പറഞ്ഞിരുന്നു. അച്ഛൻ്റെ അനുക്കുട്ടിയെ ബോർഡിങ്ങിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇല്ലച്ചാ. ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം പോലെ കുട്ടികൾ പിരിമുറുകിയൊന്നും അല്ല പഠിക്കേണ്ടത്. അനിരുദ്ധിനെ അടുത്ത വർഷം അച്ഛൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. കാരണം കുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം അനുഭവിച്ച് അവരുടെ കൂടെ തന്നെ വളരണം. അപ്പൂപ്പൻ്റെയും അച്ഛമ്മയുടെയും ഒക്കെ നല്ല നല്ല കഥകൾ കേട്ട് പഠിക്കണം. ഇതിഹാസ കഥകൾ, സാരോപദേശ കഥകൾ, പഞ്ചതന്ത്ര കഥകൾ. അങ്ങനെ വളർന്നാലേ കുട്ടികൾ പൊതുമര്യാദകൾ പഠിച്ച് സ്നേഹമുള്ളവരായി തീരൂ. അച്ഛനീ പറഞ്ഞിരുന്നൊക്കെ മോളുടെ മനസ്സിലേക്ക് കയറുന്നുണ്ടോ? എനിക്ക് മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ല, എന്നാലും ഏതാണ്ടൊക്കെ മനസ്സിലായി. അനുക്കുട്ടി നല്ല കുട്ടിയായിട്ട് വളരും. അതെ, അച്ഛൻ ഉറപ്പാ. ചേട്ടാ, ഞാനിപ്പോ വരാവേ. ശരി. അല്ല മോളെ, ശ്രീമോളെ കണ്ടില്ലല്ലോ. വരൂ അച്ഛാ, ഇപ്പൊ വരും. എന്താ മോളെ അവർ താമസിക്കുന്നേ? ഇപ്പൊ വരൂ അച്ഛാ, സമയം ആവുന്നേ ഉള്ളൂ. വാ ശ്രീമോളെ. വാ. ടാറ്റാ. ബൈ അച്ഛാ. ശരി മോളെ. അശ്വതി, 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 ഞാനൊന്ന് പറയട്ടെ. നേരെ പൊക്കോ. ചേട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യണേ.